Hello guys, welcome back to my channel. It's me Ashwit and you're watching Ashwit Vlogs. So after a long time ഞാൻ ഇന്നൊരു ടെക് റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത്. ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, പോട്രോണിക്സിൻ്റെ 10,000 mAh വയർലെസ് പവർ ബാങ്കിനെ കുറിച്ചാണ്. സോ വിതൗട്ട് ഗെറ്റിംഗ് ലേറ്റ്, ലെറ്റ്സ് ഗെറ്റ് ഇറ്റ് സ്റ്റാർട്ടഡ്. സോ ഇതാണ് ഇതിൻ്റെ ബോക്സ് വരുന്നത്. സിമ്പിൾ ബോക്സാണ്, വലിയ അതിനകത്ത് പറയത്തക്ക ഒരു സാധനമൊന്നുമില്ല. സാധാ ഒരു ബോക്സിങ് എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ സാധാ ബോക്സ് എങ്ങനെയുണ്ട് അതേപോലെ തുറക്കുന്നു. ഇതിലെ കൂടെ ഇങ്ങനെ തുറക്കുന്ന ഇതിനകത്ത് ഒരു അകത്ത് കിട്ടുന്ന നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു യൂസർ മാനുവൽ കിട്ടുന്നതായിരിക്കും. അതൊരു എല്ലാവരും പോലെ തന്നെ ഞാൻ ഈ സാധനം അങ്ങ് എറിഞ്ഞിട്ടേ ഉള്ളൂ. ഇതിനകത്ത് ജസ്റ്റ് ആ സ്പെസിഫിക്കേഷനൊന്നും ഞാൻ ജസ്റ്റ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നോക്കിയായിരുന്നു, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ നമുക്ക് ഇതിനകത്ത് ഉള്ളതെന്ന് വെച്ചാൽ വാറൻറ്റി കാർഡാണ്. ഇതാണ് ആ വാറൻറ്റി കാർഡ്. വാറൻറ്റി കാർഡിനകത്ത് നമുക്ക് ഇതിൻ്റെ ഈ QR ഇല്ലേ, ഈ QR സ്കാൻ ചെയ്ത ഉടനെ ഇതിൻ്റെ ഈ പോട്രോണിക്സിൻ്റെ വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ആവും. അത് നമുക്ക് അവിടെ നമ്മുടെ സൈനപ്പും കാര്യങ്ങളെല്ലാം ചെയ്ത് വാറൻറ്റി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സോ പിന്നെ ആ ബോക്സിനകത്ത് വരുന്ന ഒരു മെയിൻ സാധനം ഇനി വരാനുള്ളൂ, ബട്ട് സെക്കൻഡറി ആയിട്ടുള്ള മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ ഈ ഒരു കേബിളാണ്. ഇതൊരു ടൈപ്പ് C ടു ടൈപ്പ് C കേബിളാണ്. ഇതൊരു ബ്രൈഡഡ് കേബിളൊന്നുമല്ല, സാധാ കേബിളാണ്. അതിനകത്ത് നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ടൈപ്പും കിട്ടുന്നുണ്ട്. ഈ സാധനം ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇത് വെച്ചിട്ട് ഞാൻ ചെക്കാക്കി നോക്കിയതാണ്. ഏകദേശം 100 to 150 Mbps നമുക്ക് കിട്ടുന്നുണ്ട്. നല്ലൊരു ക്വാളിറ്റി കേബിളാണ്. ഇതിൻ്റെ തിക്നെസ്സൊക്കെ നല്ല അടിപൊളിയുണ്ട്. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 15 cm ആണ്. സോ നമുക്കിവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. ഇതിനകത്ത് പോട്രോണിക്സിൻ്റെ ലോഗോ ഒക്കെ ഇതിനകത്ത് ഉണ്ട്. പിന്നെ ഈ സൈഡ് പോട്രോണിക്സിന് എഴുതിയിട്ടുമുണ്ട്. സോ പിന്നെ നമുക്ക് പവർ ബാങ്കിലേക്ക് കിടക്കാം. സോ ഇതാണ് ആ പവർ ബാങ്ക്. സോ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ തന്നെ ഇതിൻ്റെ ഒരു ഡിസൈനും ആ ഒരു ഫോം ഫാക്ടറുമാണ്. ഇറ്റ്സ് വെരി കോമ്പാക്റ്റ്. നമുക്ക് എൻ്റെ ഒരു കൈയുടെ അത്രയേ ഉള്ളൂ സാധനം. അടിപൊളി സാധനമാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഡിസൈനിലേക്ക് ആദ്യം തന്നെ കിടക്കാം. ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഇതൊരു സെമി ട്രാൻസ്പെറൻ്റ് ആണ്. ഇവിടെ ഒരു ട്രാൻസ്പെറൻറ്റ് ഡിസൈനും അതേപോലെ ഇവിടെ ഫുൾ എൻക്ലോസ്ഡ് ബ്ലാക്ക് കളർ ഫിനിഷിലാണ് ഇത് വരുന്നത്. സോ ഇവിടെ ആയിട്ട് ഇതിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്, പോട്രോണിക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ അകത്ത് ഇതുണ്ട് ഇവിടെ ഈ ട്രാൻസ്പെറൻറ്റ് ഡിസൈനിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ ഒരു പോട്രോണിക്സിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് ഈ ഡിസൈൻ കണ്ടോ, ഇതൊരു ഫുൾ ഒരു സർക്യൂട്ടറി ഡിസൈനാണ്. ഈ ഡിസൈനകത്ത് നമുക്ക് കാണാം ബാറ്ററിയുടെ 2 ടെർമിനൽ പോലെ കൊടുത്തിട്ടുണ്ട്. അത് ആക്ച്വൽ ടെർമിനൽ അല്ല, ബട്ട് ഇറ്റ്സ് ഒരു ഡിസൈൻ്റെ ഒരു ഫോം ഫാക്ടറും അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ആസ്തറ്റിക്സ് ആണ്. അത് അടിപൊളിയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിനകത്ത് ഇവിടെ നമുക്ക് എഴുതി കാണാം, ഇതിനകത്ത് പവർ എന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു IC പോലെ ഒരെണ്ണം കൊടുത്തിട്ടുള്ളൂ. അത് 22.5 വാട്ട് ആണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് 4 LEDs കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് കാണുന്നതായിരിക്കും. ഇതിനകത്ത് ഫസ്റ്റ് വൺ പച്ച കളറും ബാക്കിയത്തെ വൈറ്റ് കളറുമാണ്. ആ പച്ച കളറിൻ്റെ കൂടെ വൈറ്റ് കളറും ലൈറ്റും ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് മേൽവശം നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ഒരു ബട്ടൺ, അതായത് ഞാനിപ്പോൾ കാണിച്ച ഓൺ ഓഫ് ബട്ടണാണിത്. അതേപോലെ തന്നെ ഇതിൻ്റെ നടുക്ക് വരുമ്പോൾ ഇതിനകത്തൊരു ടൈപ്പ് C പോർട്ടുണ്ട്. അതേപോലെ തന്നെ ടൈപ്പ് A പോർട്ടും ഉണ്ട്. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ടൈപ്പ് C പോർട്ടിലേക്ക് കിടക്കാം. ഇതിൻ്റെ ടൈപ്പ് C പോർട്ട് വരുന്നത് ഔട്ട്പുട്ട് റേഞ്ച് എന്ന് പറഞ്ഞാൽ 22.5 വാട്ടാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ടൈപ്പ് A പോർട്ട് എന്ന് പറഞ്ഞതും 22 ആണ് ഇവർ പറയുന്നത്. ഞാൻ ഫോണിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 18 വാട്ടൊക്കെ കിട്ടുന്നുണ്ട്. സോ നമുക്ക് ഇത് നമ്മുടെ ഫോൺ കണക്റ്റാക്കി ഇലക്ട്രോൺ എന്ന് പറഞ്ഞ ആപ്പ് ഒന്ന് ചെക്കാക്കി നോക്കാം. സോ ഇതിൻ്റെ ടൈപ്പ് C പോർട്ടിൽ നിന്ന് ആദ്യം തന്നെ നമുക്ക് എത്ര നമുക്ക് പവർ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടെന്ന് നോക്കാം. നമ്മളിത് കണക്ട് ചെയ്യാൻ പോവാം.
ഇത് നമുക്ക് നമ്മുടെ ഫോൺ എടുത്തിട്ട് ഇതിനകത്ത് ഇലക്ട്രോൺ ആപ്പിൽ എത്ര കിട്ടുന്നുണ്ട് ചെക്കാക്കി നോക്കാം. സോ ഇതാണ് ഇലക്ട്രോൺ ആപ്പ്. ഞാൻ ഇതിങ്ങനെ കണക്ട് ചെയ്യുവാണ്. ഇവിടെ കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം ഇതിൻ്റെ പവർ ചാർജിങ് ആവുന്നുണ്ട്, ഫാസ്റ്റ് ചാർജിങ് ആണ്. സോ ഇവിടെ കാണിക്കുന്നുണ്ട് 18 വാട്ട്സിലാണ് ചാർജ് ആവുന്നത്. സോ അത്യാവശ്യം നല്ലൊരു ചാർജിങ് റേറ്റാണത്. അതേപോലെ തന്നെ നമുക്ക് ഇതിന് ടൈപ്പ് എ പോർട്ടും നമ്മളൊന്ന് ചാർജർ കണക്റ്റ് ആക്കി എത്ര നമുക്ക് വാറ്റ് കിട്ടുന്നുണ്ടെന്ന് നോക്കാം. ഇതൊരു ആംബ്രൻ്റെ 33 വാട്ടിൻ്റെ ഡാറ്റ കേബിളാണ്. ഇത് നമുക്ക് എത്രത്തോളം നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടെന്ന് നമുക്ക് ചെക്കാക്കി നോക്കാം. സോ എ പോർട്ടിലേക്ക് ഞാനിപ്പം കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതിങ്ങനെ ജസ്റ്റ് പ്ലഗ് ചെയ്താൽ മതി. എന്നിട്ട് ഈ ബട്ടൺ പ്രസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ നമ്മുടെ ഫോണിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇലക്ട്രോൺ എന്ന് പറഞ്ഞ ആപ്പ് ഞാൻ ഓപ്പൺ ആക്കി 0 ആംപ്സ് കാണിക്കുന്നുണ്ട്. ഞാനിപ്പം അടിയിലേക്ക് കണക്റ്റ് ആക്കാൻ പോവാണ്. സോ ഇതിൻ്റെ കേബിൾ കുറച്ച് കണക്റ്റ് ആകാൻ പാടാണ്. ഓക്കെ. സോ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതായിരിക്കും. കണ്ടോ, ഇപ്പോൾ നമുക്ക് 7 വാട്ട് 7.7 കാണിക്കുന്നുണ്ട്, 8 കാണിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ചില സമയത്തൊക്കെ 13, 14 ഒക്കെ വന്നിട്ടുണ്ട്. അത് യൂഷ്വലി ഡിപ്പെൻസ് ആണ്. ഇപ്പം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആയിക്കൊണ്ടുണ്ട്. ഏകദേശം ഇവിടെ കാണാൻ കഴിയുന്നതായിരിക്കും 700, 900, 400 ഒക്കെ മില്ലിയാംസ് കൺസ്യൂം ആയിക്കൊണ്ടുണ്ട്. സോ അതും ഒരു ഫാക്ടറാണ്. ഈ പവർ ബാങ്ക് വെച്ചിട്ട് ഫോൺസും പെരിഫറൽസും അല്ലാണ്ട് തന്നെ നമുക്ക് ലാപ്ടോപ്പും ചാർജ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പം ആ കേബിൾ കണക്റ്റ് ആക്കിയിട്ട് കാണിച്ചു തരാം. സോ ഞാൻ ഈ പവർ ബാങ്ക് ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. എന്താണ്ട് ഇവിടെ ഓൺ PD എന്ന് എഴുതിയിട്ടുണ്ട്. ബട്ട് ഇത് എത്രത്തോളം ചാർജ് ആവുമെന്ന് ഞാൻ ടെസ്റ്റ് ആക്കിയപ്പം എനിക്ക് ചാർജ് ആവില്ല. ഇത് ഈ ചാർജ് 22.5 അല്ലേ. സോ അതിൻ്റെ ആ ചാർജ് പിടിച്ച് വെക്കും. അതായത് 84 ഉള്ളത് 84 തന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. അല്ലാണ്ട് ഇപ്പം നമ്മൾ യൂസ് ചെയ്യാണ്ടിരിക്കുക എന്നോർത്തോ ആ ടൈമിൽ നമുക്ക് അത് അതായത് തന്നെ ചാർജ് ആയിക്കൊണ്ട് കയറുന്നത് നമുക്ക് കാണാം. അതായത് നമ്മൾ നമ്മുടെ സ്ക്രീൻ ഓഫാക്കി വെക്കണം. ഇത് നമുക്ക് എവിടെയൊക്കെ യൂസ് ആവും എന്ന് ചോദിച്ചെങ്കിൽ, നമുക്ക് ഇപ്പം എമർജൻസി ആയിട്ട് നമ്മുടെ ലാപ്ടോപ്പിൽ ചാർജ് ആണ്, ഒരു PPT ഉണ്ടാക്കണം. എമർജൻസി കോളേജ് ടൈമിൽ നമുക്ക് PPT ഉണ്ടാക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ അർജൻറ്റായിട്ട് നമുക്ക് ഒരു PPT ഉണ്ടാക്കണം. ആ സമയത്ത് നമ്മുടെ ലാപ്ടോപ്പിൽ ചാർജ് ഇല്ല, പവർ കട്ടുണ്ടെന്ന് ഓർത്തു. സോ ആ സമയത്തൊക്കെ നമുക്ക് ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഭയങ്കര അറ്റ്മോസ്റ്റ് പെർഫോമൻസ് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ട, ബട്ട് സേവ്സ് എ ലോട്ട്. ഇനി നമുക്ക് അടുത്ത പ്രോയിലേക്ക് കിടക്കാം. അതാണ് ഈ വയർലെസ് ചാർജിങ് പാഡ്. ഇതൊരു മാഗ്സേഫ് ചാർജിങ് പാഡാണ്. സോ ഐഫോൺസൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഇത് വളരെ യൂസ്ഫുള്ളാണ്. സോ ഇതിൻ്റെ ബാക്കിലേക്ക് അറ്റാച്ച് ആയിട്ട് നമുക്കത് ചാർജ് ചെയ്യാവുന്നതാണ്. അല്ലാത്ത സാധാ ആൻഡ്രോയിഡ് ഫോൺസിനും ഇത് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 15 വാട്ടാണ്. അത് ഫാസ്റ്റ് ചാർജിങ് ആണ്. നമുക്ക് നമ്മുടെ ഫോൺ ഒന്ന് ചാർജാക്കി കാണിക്കാം. ഞാനിതിൽ ഇതും ഫാസ്റ്റ് ചാർജിങ് എന്ന് എഴുതി കാണിക്കും. ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഒരു ബട്ടൺ ഉണ്ടല്ലോ, ഈ ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്താലേ ഇത് ഓൺ ആവുള്ളൂ. ലൈറ്റ് കത്തുന്നുണ്ട്. നമ്മളിതിൻ്റെ ബാക്കിൽ എക്സാക്ട്ലി ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ചാർജ് ആവുന്ന കാണുന്നത്. ഇത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. സോ പിന്നെ നമുക്ക് ഈ സാധനം വെച്ചിട്ട് നമ്മുടെ പെരിഫറൽസും ചാർജ് ചെയ്യാം. എക്സാമ്പിൾ ഇപ്പം നിങ്ങളുടെ കയ്യിൽ വയർലെസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു TWSO അല്ലെങ്കിൽ വാച്ചോ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് വെച്ചിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ എൻ്റെ ഒരു TWS ഉണ്ട്, നത്തിങ് ഇയർ 2 ആണ്. സോ ഇത് നമുക്ക് ഇവിടെ അതേപോലെ തന്നെ ബട്ടൺ പ്രസ് ചെയ്യണം, ലൈറ്റ് ഓൺ ആവണം. ലൈറ്റ് ഓൺ ആയതിനു ശേഷം നമുക്ക് ഇതിൻ്റെ മേളിൽ വെച്ചാൽ ഇത് ചാർജ് ആവുന്നുണ്ട്. കേട്ടോ, ഇവിടെ ചാർജിങ് ആവുന്നുണ്ട്. സോ നമുക്ക് എത്ര വാട്ട്സ് നമുക്ക് ഫോണിൽ വയർലെസ് ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്, 15 വാട്ട് എന്ന് പറയുന്നുണ്ടല്ലോ, നമുക്കൊന്ന് ചെക്കാക്കി നോക്കാം എത്ര വാട്ട് നമുക്ക് കിട്ടുന്നുണ്ടെന്ന്. സോ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആദ്യം -1, പിന്നെ 18 വാട്ടൊക്കെ വരുന്നുണ്ട് ഇടയ്ക്ക്, പിന്നെ ഒന്ന് പോകുന്നു, അങ്ങനെയൊക്കെ. അത് എനിക്ക് തോന്നുന്നു കോയിൽ കറക്റ്റ് ഇരിക്കാനിട്ട്. ഓക്കെ, ഇപ്പോൾ ഒരു 6.8 കണ്ടോ, 6.8 ഒക്കെ വരുന്നുണ്ട്. സോ നമുക്കതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും 7 ഒരു അപ്രോക്സിമേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് വാട്ട്. ചിലപ്പം ഈ ഫോൺ ഐഡലായിട്ടിരിക്കുമ്പോൾ അതിനേക്കാളും കൂടുതലൊക്കെ വരാം, അപ് ടു 15 വരെ നമുക്ക് എന്തായാലും കിട്ടുന്നതായിരിക്കും. സോ നമുക്ക് ഈ പവർ ബാങ്കിൻ്റെ കോൺസിലേക്ക് വരാം, അതായത് നെഗറ്റീവ്സ്. ആദ്യം തന്നെ നിങ്ങൾക്ക് ഈ പവർ ബാങ്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ എന്താ ചെയ്തേക്കുന്നതെന്ന്. ഇതിന് ഫുൾ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു റാപ്പ് ചുറ്റിയിട്ടുണ്ട്. എന്തിന്? ഇത് പെട്ടെന്ന് സ്ക്രാച്ച് വീഴുന്നുള്ളൂ. സോ ഈ ബോക്സിൽ നിന്ന് എടുത്ത ശേഷം ഞാൻ ആദ്യം എൻ്റെ നഖം ഇവിടെ ടച്ചായി. ഇതൊരു മാറ്റ് സർഫേസ് ആണ് ഈ സൈഡ്.
ഈ സൈഡ് ഒരു മാറ്റും, ഇവിടെ ഒരു ഇത്ര ഭാഗം ഗ്ലോസിയാണ്. എൻ്റെ നഖം കൊണ്ട് ഇവിടെ സ്ക്രാച്ചായി, അത്രയും പെട്ടെന്ന് സ്ക്രാച്ചായി. അതായത് എന്തുകൊണ്ടെന്ന് അറിയത്തില്ല അവർ അത്രയും ചീപ്പ് ബിൽഡ് കൊടുത്ത, ബട്ട് സ്റ്റിൽ ഈ പ്രൈസ് പോയിൻറ്റ് ഞാൻ എന്നാ പറയുക വെളിപ്പെടുത്തുന്നതിന് മുമ്പ് ഈ സാധനത്തിൻ്റെ വാല്യൂ എന്താണെന്ന് അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സോ പിന്നെ എന്തെന്ന് വെച്ചെങ്കിൽ ഇതിൻ്റെ കോൺസ് അതാണ്. പിന്നെ അതേപോലെ എൻ്റെ ഈ ഒരു ഭാഗമില്ല, ഇതും അതേപോലെ സ്ക്രാച്ച് ആവും. നിങ്ങൾ വന്ന ഉടനെ ഇത് മേടിച്ച ഉടനെ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ നല്ലൊരു പ്രൈസും ഡെഫിനറ്റ്ലി ഒരു കൺസിഡറബിൾ സാധനമാണ്, അടിപൊളി സാധനമാണ്. ബട്ട് ഈ ഒരു സാധനം തന്നെ ഇവിടെ കാണുന്ന ഇതും ട്രാൻസ്പെറൻ്റ് ആണ്. ഇത് ഒരു ട്രാൻസ്പെറൻറ്റ് സ്കിന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കിന്നുണ്ടെങ്കിൽ അതെടുത്ത് മേടിച്ച് ഒട്ടിച്ചെങ്കിൽ ബെസ്റ്റ്. രണ്ടാമത്തെ കോയിൻസ് എന്ന് പറയുന്നത് നമുക്ക് ഈ സാധനം 10,000 milliamps ആണെന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് പ്രാവശ്യം ഒരു ഫോൺ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അതും ഒരു പ്രാവശ്യം ഫുൾ ചാർജ് ചെയ്താൽ രണ്ടാമത്തെ പ്രാവശ്യം നമുക്ക് ഫുൾ ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇതൊരു 5,000 milliamps ഒരു ബാറ്ററിയുള്ള ഫോണാണ്. സോ ഇതിലേക്ക് നമ്മൾ ചാർജ് ചെയ്തെങ്കിൽ ആദ്യം ഞാൻ ചെക്കാക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു 10% ഈ ഫോണിൽ റിമൈനിങ് ചെയ്തു. 0 അല്ല ഞാൻ ചെക്കാക്കിയത്, 10 to 100% ആണ് ഞാൻ ചെക്കാക്കിയത്. ആദ്യം ഞാൻ ഇതിനകത്ത് ഇപ്പോൾ ഇൻഡിക്കേറ്റർ ഉണ്ടല്ലോ, ഇപ്പം 4 ഇൻഡിക്കേറ്റർ ഉണ്ട്. ഈ 4 ഇൻഡിക്കേറ്ററിൽ 4 ഇപ്പോൾ ഫുൾ ചാർജ് ആയ കാരണം ഇത് കത്തുന്നുണ്ട്. ഫസ്റ്റ് വൺ ഗ്രീനാണ്, കുറച്ച് ഗ്രീനിഷാണ്. സോ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ചാർജ് ആക്കിയതിന് ശേഷം, അതായത് 100% ചാർജ് 10 to 100% ചാർജ് ആക്കിയപ്പം ഏകദേശം 1 hour 50 minutes എങ്ങാണ്ട് എടുത്തു 15 wattsൽ ചാർജ് ആകാൻ വേണ്ടി. സോ അത്രയും ടൈം എടുത്ത് ചാർജ് ആയിട്ട് പോലും ഇതിൻ്റെ 3ാമത്തെ കുറ്റി വരെ കത്തി കിടപ്പുണ്ട്, ഒറ്റ കുറ്റി മാത്രം ഓഫായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല ബാറ്ററി ഇതിനകത്ത് ഇനി ഉണ്ടല്ലേ എന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത് ചാർജ് അതേപോലെ തന്നെ വയർലെസ് എനിക്കൊന്ന് ചൂടൊരു ഫാക്ടറായിരിക്കും. ബട്ട് സ്റ്റിൽ ഞാൻ ഇനി വയേർഡായിട്ട് കണക്റ്റ് ആക്കിയിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും പറയാം. സോ എന്നിട്ട് ഞാൻ ഇതിലേക്ക് നോക്കിയപ്പോൾ പിന്നെ എന്താണ് 3 കത്തി കിടക്കുന്നു. ചാർജ് രണ്ടാമത് അതേപോലെ ഡ്രെയിൻ ചെയ്തു, 0% ആക്കിയില്ല, 10% തന്നെ ഡ്രെയിൻ ആക്കി. എന്നിട്ട് അതേപോലെ തന്നെ എൻ്റെ മേളിൽ കയറ്റി വെച്ചു, 100% ആക്കി. പിന്നെ 100% ആക്കിയില്ല, ഞാനൊരു 67 ആയപ്പോഴത്തേനും ചാർജ് കട്ടായി. ഞാൻ നോക്കാൻ നേരത്തെ 100 ആയില്ലേ എന്ന് പറഞ്ഞ് നോക്കാൻ നേരത്തെ 67 ആയിട്ടുള്ളൂ. ഇത് ഫുള്ള് ഡീഗ്രേഡ് ആയിട്ടുണ്ട്. ഇത് ചാർജ് തീർന്ന ഈ പച്ച ലൈറ്റ് ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കും. ഇവരുടെ യൂസർ മാനുവൽ പ്രകാരം ഇതിനകത്ത് ഈ ലൈറ്റില്ലേ, ഈ ഫസ്റ്റ് ലൈറ്റ് അത് 25% ആണ്, സെക്കൻഡ് ലൈറ്റ് 50%, തേർഡ് ലൈറ്റ് 75 ആൻഡ് ഫോർത്ത് ലൈറ്റ് 100. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ്. ഒരു അപ്രോക്സിമേറ്റ് ഒരു ആവറേജ് വാല്യൂ ആണ് അവർ പറയുന്നത്. നമുക്ക് ഒന്നും ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല, ബാറ്ററി അല്ലേ, അല്ല മില്ലിയാംസിൻ്റെയും ആ ഒരു ഇലക്ട്രോൺസിൻ്റെ ട്രാൻസ്ഫറിൻ്റെയും കഴിവല്ല അത്. സോ അത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ വയേർഡ് ചാർജിങ് ചെക്കാക്കി. സോ ഇതിൻ്റെ വയേർഡ് ചാർജിങ് അപ്രോക്സിമേറ്റ്ലി സെയിം ആണ്. എനിക്ക് ആ രണ്ടാമത്തെ പ്രാവശ്യം 67% നമ്മൾ ചാർജ് ആക്കിയല്ലോ, 67 കിട്ടിയില്ല, 60%-ൽ ചാർജ് നിന്നു. കട്ട് ഓഫ് 10% ആവറേജാണ് വെച്ചത്. സോ അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് 2 പ്രാവശ്യം ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ഇതിൻ്റെ പ്രൈസ് ഞാനിപ്പോൾ റിവീൽ ചെയ്യാൻ പോവാണ്. സോ ഞാൻ ഈ സാധനം മേടിച്ചത് ക്രെഡിന്നാണ്. സോ ക്രെഡിന്ന് എനിക്ക് വെറും 1150 രൂപയ്ക്കാണ് ഈ സാധനം കിട്ടിയത്. എന്തുകൊണ്ട് ഞാൻ വെറും 1150 എന്ന് പറഞ്ഞ് എന്തുകൊണ്ടെന്ന് വെച്ചെങ്കിൽ ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ്, അതായത് കുറേ സബ് ബ്രാൻഡ്സ് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് എന്ന് ഞാൻ പറയാം സാംസങ് ഉണ്ട്, സ്പിജൻ ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ റെഡ്മി ഉണ്ട്. ഇതെല്ലാം നല്ല വിലയുണ്ട്, 2K 3K അടുത്തുണ്ട്. ഈ ഒരു വയർലെസ് ചാർജ് സപ്പോർട്ട് ഫീച്ചറൊക്കെ ഉള്ളതാണ്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ സാധനം അടിപൊളിയാണ്. 1 year വാറൻറ്റി കിട്ടുന്നുണ്ട്. എല്ലാ പരിപാടിയും അവരെന്തൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട് അതെല്ലാം ഇതിലും ഉണ്ട്. സോ ആ ഒരു പ്രൈസ് റേഞ്ചിൽ, അതായത് 1500 ആമസോണിലുള്ളത്. ആ പ്രൈസ് ഇച്ചിരി അല്പം കൂടിപ്പോയെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ വേറെ ഒരു കോമ്പറ്റീറ്റർ ഇല്ലാത്ത കാരണം ഇതൊരു അടിപൊളി കൺസിഡറേബിൾ ഡിവൈസാണ്. ക്രെഡിന്നാകുന്ന എത്ര മേടിക്കാൻ നോക്കുക, 1250 രൂപയ്ക്ക് ഇപ്പോൾ കിടപ്പുണ്ട്. ആ പ്രൈസിനും അടിപൊളിയാണ്. 150 രൂപയ്ക്ക് ഇറങ്ങും. അന്നേരം നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം, ഒരു പ്രോബ്ലമും ഇല്ല. പിന്നെ ഇതിൻ്റെ വേറെ ഇപ്പം വെബ്സൈറ്റ്സിൽ, ഇപ്പോൾ പോർട്രോണിക്സിൻ്റെ വെബ്സൈറ്റിൽ പോയാൽ അതിനകത്ത് നിങ്ങൾക്ക് ഓഫറായിട്ട് കിട്ടുന്നതായിരിക്കും. റേറ്റ് അപ്രോക്സിമേറ്റ്ലി ഇവിടെ ഞാൻ കൊടുത്തേക്കാം എത്ര വരുമെന്ന്. സോ നമുക്ക് ഇതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്, നമുക്ക് ഈ ഒരു ഡിവൈസ് എന്തിന് യൂസ് ചെയ്യാം. സോ നമുക്കിപ്പോൾ ഒരു എമർജൻസി ആയിട്ടൊരു പവർ ബാങ്ക് വേണം. ഇപ്പോൾ ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് നോക്കുവാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, റെഡ്മി ആണെങ്കിൽ ഒരു മിനിമം ഒരു പവർ ബാങ്കിന് 899 rupees 900 rupees ഇച്ചിരി ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനം വേണമെങ്കിൽ നമുക്ക് ആ റേഞ്ചിലുള്ളതേ കിട്ടുള്ളൂ.
സോ ആ പ്രൈസ് ആ ഒരു കുറച്ചും കൂടെ അല്പം കൂടെ ഒരു 100-200 രൂപ ഇട്ട് കഴിഞ്ഞെങ്കിൽ നമുക്ക് ക്രെഡിൽ നിന്ന് ഈ സാധനം മേടിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ല, സോ വിട്. അപ്പം നിങ്ങൾക്ക് ആമസോണിൽ ഈ സാധനം നോക്കാം. 1450 രൂപയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അത് നിങ്ങൾക്ക് നോക്കി ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. കാരണം 22.5 വാട്ട് ഔട്ട്പുട്ടുള്ള ഒരു ഡിവൈസും ആ റേഞ്ചിൽ, ഐ മീൻ വയർലെസ് പാഡും കൂടെ ഉള്ള ഡിവൈസ് ഇല്ല, അല്ല നോർമൽ ഡിവൈസ് നിങ്ങൾക്ക് 22.5 നിങ്ങൾക്ക് കിട്ടും. പവർ ബാങ്ക് സിസ്റ്റം പോലെ അവൈലബിൾ ആണ്. അപ്പം അങ്ങനെ ഒരു കൺസിഡറേഷൻ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതെടുക്കാം. നിങ്ങൾക്കൊരു കോമ്പാക്റ്റ് ഫാക്ടർ വേണം, അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഡിവൈസാണ്. ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതിനൊരു കവർ ഇടണം. കേസ് ഇട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഡിവൈസ് സ്ക്രാച്ചായി ഒരുമാതിരി പഴഞ്ചം പോലെ ആകും, അത്രയേ ഉള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഇതിൻ്റെ 1 month യൂസർ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ കയ്യിൽ നിന്നുള്ള ഫോൾട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ്, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്നാ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ DM ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഞാൻ DM ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് നിങ്ങൾ വന്ന് എന്നോടത്ത് കറക്റ്റ് ചെയ്യാനുള്ള രീതികളൊക്കെ എന്ന് പറഞ്ഞു തന്നാൽ മതി, ഞാൻ കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ റിവ്യൂ വേണമെങ്കിലോ, നിങ്ങൾക്ക് എൻ്റെ നത്തിങ് ഇയർ 2 റിവ്യൂ വേണമെങ്കിലോ, അല്ലെങ്കിൽ ഏകദേശം 6 months ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഡിവൈസസ് എൻ്റെ ഏതൊക്കെ വേണമെങ്കിലും ഞാനത് ലിങ്ക് താഴെ കൊടുക്കാം. അതേപോലെ ഏതൊക്കെ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തേക്കാം. അതിൻ്റെ ഏതെങ്കിലും റിവ്യൂ വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ എനിക്ക് അറിയിക്കാവുന്നതാണ്, അല്ലെങ്കിൽ DM എനിക്ക് അറിയിക്കാവുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. Until then, Ashwit is signing off.